5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്നലെ നമ്മുടെ ചീഫ് സെക്രട്ടറി ശ്രീമൻ ശാരദാ മുരളീധരൻ IAS ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെടുത്തി എല്ലാ പത്രങ്ങളും ചാനലുകളും ഒക്കെ വലിയ വാർത്തയായിരുന്നു. ഇന്ന് എഡിറ്റോറിയൽ വരെ ഉണ്ട് പല പത്രങ്ങളിലും. വിഷയം വളരെ ലളിതമാണ്. അവരുടെ സന്ദർശക ഡയറിയിൽ ആരോ എഴുതി അവരുടെ തീരുമാനം കറുപ്പും, ഭർത്താവായ ഡോക്ടർ വേണു IAS തീരുമാനം വെളുപ്പമായിരുന്നു. കാണാനും വേണു വെളുപ്പാണ്, ഇവർ കറുപ്പാണ്. കറുപ്പ് കണ്ടിട്ട് ജാതിപരമായിട്ടൊക്കെ നിശ്ചയിച്ചതാണ്, അല്ലെ അവരുടെ ജാതിയൊക്കെ നിശ്ചയിച്ചതാണ്. ഏത് ജാതി എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ജാതി നിശ്ചയിച്ചതാണെന്നൊക്കെ ഉള്ള നിലയിലേക്കൊക്കെ ഉള്ള വലിയ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഇത് കേരളത്തിലുണ്ട്. ഇത് കേട്ടപ്പോൾ പലരും ഞെട്ടി, സാംസ്കാരിക നായകർ ഞെട്ടി, പിന്നെ ഇവിടെ പത്രക്കാരും പിന്നെ എല്ലാവരും അങ്ങനെ ഞെട്ടുന്നു. അയ്യോ ഇത് വലിയ സംഭവം, ഇതെങ്ങനെ കേരളത്തിൽ സംഭവിക്കുമെന്ന് വെച്ച്. പക്ഷെ കേരളത്തിൽ ഇതുണ്ട്, അകത്ത് വളരെ ഗൗരവമായുണ്ട്. പുറത്ത് നമ്മൾ സോഷ്യലിസം പറയുകയും കമ്മ്യൂണിസം പറയുകയും പുരോഗമനം പറയുകയും അകത്ത് നമ്മൾ ഇതെല്ലാം നന്നായി കൊണ്ട് നടക്കുന്നവരുമാണ്. നമ്മൾ സ്ത്രീകളെക്കുറിച്ച് സ്ത്രീ ശാക്തീകരണമെന്ന് പറയും, രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീകളെ എടുക്കില്ല. ബാക്കിയെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. പറയുന്നതിൽ നമ്മൾ മുമ്പന്മാരും ചെയ്യുന്നതിൽ പിറകത്തുള്ളവരുമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയട്ടെ. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ SFIയിലും DYFIയിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. അന്ന് CPMലും മെമ്പറായിരുന്നു. ആ കാലത്ത് തന്നെ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതും സഹപ്രവർത്തകരിൽ നിന്ന് ജാതിപരമായി തന്നെ പലതരത്തിലുള്ള അഭിപ്രായവും വിവേചനവും ഒക്കെ മറ്റു പലരോടും കണ്ടിട്ടുണ്ട്. അപ്പോഴും SC/ST വിഭാഗത്തിൽപ്പെട്ട ആരും അങ്ങനെ കടന്നു വരുന്നില്ല, അവരാരും വളർത്തിക്കൊണ്ട് വരുന്നുമില്ല. അപ്പം ഞാൻ കറുപ്പായി പോയത് തീർച്ചയായിട്ടും എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഘടന അനുസരിച്ച് ധാരാളം സൂര്യപ്രകാശം അടിക്കുകയാണെങ്കിൽ കറുക്കാൻ സാധ്യതയുണ്ട്. അതായത് സ്കിന്നിൻ്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത് ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് നന്നായി ധാരാളം മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആൻറ്റിബയോട്ടിക് ധാരാളം എടുക്കേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നിറം മങ്ങിപ്പോയത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നിറം മങ്ങിപ്പോയത് കൊണ്ട് തന്നെ, കറുപ്പ് നിറമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഞാൻ SC/ST ആണ് എന്ന് ധരിച്ച് എന്നോട് വിവേചനം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ SC/ST ആയി ജനിക്കുന്നതോ ആരെങ്കിലും SC/ST ആയി ധരിക്കുന്നതോ ഒന്നും അല്ല വിഷയം. അതിലുള്ള പരാതി അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഞാൻ സംവരണമൊന്നും കിട്ടാത്ത മുന്നോക്ക സമുദായത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ജാതി പറഞ്ഞതല്ല. കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പഠിച്ചേ കഴിയൂ. പക്ഷെ എന്നിട്ടും എന്നെപ്പോലെയുള്ള മുന്നോക്ക സമുദായത്തിൽ ജനിച്ച, സംവരണമൊന്നും ഇല്ലാത്തൊരു സമുദായത്തിൽ ജനിച്ച ഒരാളിനെ നിറത്തിൻ്റെ പേരിൽ SC/ST വിഭാഗമാണെന്ന് പോലെ കരുതി പെരുമാറുകയാണെങ്കിൽ സാധാരണ യഥാർത്ഥ SC/STക്കാരോട് എന്തായിരിക്കും പെരുമാറ്റമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസ കാലങ്ങൾ കഴിഞ്ഞ് ജോലിയെല്ലാം കിട്ടി വന്നപ്പോഴും ഇതേ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഞാൻ 35-36 വയസ്സിൽ ഡയറക്ടറായ ആളാണ്. ഡയറക്ടറായി അത് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിലൂടെയും എൻ്റെ കഴിവുകൾ തെളിയിച്ചുമൊക്കെയാണ് ഞാൻ കയറി വന്നത്. പക്ഷേ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാണ് ഞാൻ ജോലികൾ വന്നത്. പക്ഷേ ഞാൻ ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എന്നെക്കുറിച്ചുള്ള ചില കമൻറ്റുകൾ ആ സീനിയർ IAS പറഞ്ഞു. ഞാൻ പട്ടികജാതി പട്ടികവർഗം വഴി റിസർവേഷനിൽ വന്ന ആളാണെന്ന്. കണ്ടാൽ തന്നെ അറിയത്തില്ലേ എന്ന് പറഞ്ഞു. വളരെ മോശമായി പറഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു പ്രധാന സ്കൂളിൽ എന്നെ അവിടുത്തെ പട്ടികജാതി പട്ടികവിഭാഗത്തിൽ പെടുന്ന ഒരു ടീച്ചർ, ഞാനിതെല്ലാം ഇങ്ങനെ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് എടുക്കണം, ഡാറ്റയായിട്ട്. ടീച്ചർ എന്നെ പ്രൊഫഷണൽ ക്ലാസ്സിന് വിളിച്ചിരുന്നു. കുട്ടികളുമായി സംസാരിച്ചു കഴിഞ്ഞ് കുട്ടികൾ നന്നായി കൈയടിക്കുകയും നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്തു സ്കൂളിൽ നിന്ന്. അത് കഴിഞ്ഞ പക്ഷേ HM അവിടെ ഉയർന്ന ജാതിക്കാരിയായിരുന്നു. HM വളരെ മോശമായി പറയുകയും എന്നെ വിളിച്ചുകൊണ്ട് പോയ SC/ST ടീച്ചറിൻ്റെ ബന്ധുവാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്നെയും കണ്ടാൽ തന്നെ അറിയില്ല എന്നുള്ള നിലയിൽ അവർ വർത്തമാനം പറയും. ബഹുജൻ സമാജ് പാർട്ടിയുടെയുമായി ബന്ധപ്പെട്ട ഒരു സന്നദ്ധ സംഘടനയുടെ ആളുകൾ കേരളത്തിൽ വന്നിട്ട് അവരുടെ സംഘടനയുടെ നേതാവാകണം, ചെയർമാനാകണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനമാണ് ലക്ഷ്യം. ഞാൻ സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് സാറിൻ്റെ ജാതി എന്താണ്. അപ്പം ഞാൻ ജാതി പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേക ജാതിയൊന്നുമില്ല, എന്നാൽ ഞാൻ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരങ്ങ് പോയി. പിന്നെ അവർ വന്നില്ല, വരാമെന്ന് പറഞ്ഞിട്ട് പോയി. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗം ആളുകൾ, കേരളത്തിലുള്ള നേതാക്കൾ തന്നെ മറ്റൊരു സംഘടന എന്നെ വന്നിട്ട് അവരുടെ ചെയർമാനാകാൻ പറ്റുമെന്ന് ചോദിച്ച് സംസാരിച്ച് എല്ലാ എഗ്രിമെൻ്റ് പോലെ ആയിട്ട്, എഗ്രിമെൻ്റ് മീൻസ് തരാറല്ല, എല്ലാ ധാരണയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു സാർ ഏത് ജാതിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ജാതിയല്ല, ഞാനിങ്ങനെ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് ജന്മം കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല സാർ എന്ന് പറഞ്ഞ് അവർ പോയി. ഞാൻ ജനകീയാസൂത്രണം നടക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഗ്രാമസഭയിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അവിടെ പട്ടികജാതി പട്ടികവർഗ ഗ്രൂപ്പിൽ മീറ്റിങ്ങിൽ ആരും ഇരിക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം ഞാൻ ചെന്നിരുന്നപ്പോൾ അവിടെ എന്നെ പരിചയപ്പെടുത്തിയത് നമ്മുടെ സമുദായത്തിൽ ജനിച്ച് സംസ്ഥാനത്തൊക്കെ റിസോഴ്സ് പേഴ്സണായി മാറിയ
സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ വന്നിട്ട് വലിയ ഭാഗ്യമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് പറയാൻ കഴിയൂ എൻ്റെ ജാതി ഇതല്ലാന്ന്. അങ്ങനെ ജാതിയൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ കറുപ്പ് വളരെ പ്രധാനമാണ്. നവകുമാർ IAS പട്ടികജാതി പട്ടികവർഗത്തിൽ ഉള്ള IAS കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 വർഷമാണ് അദ്ദേഹം ഫയലില്ലാതെ ഓഫീസിലിരുന്നത്. ഞാൻ ഒരു ദിവസം സെക്രട്ടേറിയറ്റ് വഴി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ അതുവഴി പോകുമ്പോൾ അദ്ദേഹം റൂമിലേക്ക് വിളിച്ചു. അവിടെ ചെന്നിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി എനിക്ക് ഒരു ഫയലും വരാറില്ല. ഫയൽ വന്നാൽ അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അണ്ടർ സെക്രട്ടറിയും ഡെപ്യൂട്ടി സെക്രട്ടറിയും അപ്പോൾ തന്നെ പ്യൂണിനെ അയച്ച് ഫയൽ അങ്ങ് തിരിച്ച് കൊടുക്കാൻ പറയും, അത്യാവശ്യമാണെന്ന് പറയും. മിനിസ്റ്റർ ഓഫീസിൽ ചോദിച്ചു, അവിടെ ചോദിച്ചു, ഇവിടെ ചോദിച്ചു എന്ന് പറയും. മുകളിലുള്ള ഓഫീസർമാരും അങ്ങനെ തന്നെ, താഴെയുള്ളവരും അങ്ങനെ തന്നെ. പലപ്പോഴും ഞാനത് പീഡനം അനുഭവിച്ചിട്ടില്ല. അങ്ങനെ എത്ര IASകാർ, എത്ര IPSകാർ, എത്ര ആളുകൾ, സാഹിത്യകാരന്മാർ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. കറുപ്പും ജാതിയൊക്കെ വളരെ ഗൗരവമായി ഉണ്ട്. എപ്പോഴും പേരിലും നായരും മേനോനും നമ്പൂതിരിയും ഒക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നവർ തന്നെയാണ്. വളരെ കൃത്യമായി ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ഈ ചാനലുകളും പത്രങ്ങളും ഒക്കെ എന്തൊരു ബഹളമാണ്. എന്നാൽ ചാനൽ ന്യൂസ് അവതാരകരായിട്ട് എടുക്കാൻ എത്ര ദളിതന്മാരുണ്ട്, എത്ര പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുണ്ട്, എത്ര കറുത്ത നിറക്കാരുണ്ട്. പോട്ടെ, ജാതി അവിടെ നിൽക്കട്ടെ, എത്ര കറുത്ത നിറക്കാരുണ്ട്. സീരിയൽ അഭിനയിക്കൽ എത്ര പേരുണ്ട്, പരസ്യങ്ങളിൽ അഭിനയിക്കൽ എത്ര കറുത്തക്കാരവരെ നമ്മൾ ഉപയോഗിക്കും, സിനിമയിൽ അഭിനയിക്കാൻ എത്ര പേര് ഉപയോഗിക്കും. ഡോക്ടർ ബിജു എന്ന് പറയുന്ന സംവിധായകൻ സിനിമയിൽ വന്നിട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ഇവിടെ. എല്ലാ സമസ്ത മേഖലകളിലും, അമ്പലങ്ങൾ മുതൽ പള്ളികൾ മുതൽ സമസ്ത മേഖലകളിലും ഈ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും രീതികളുണ്ട്. വർണ്ണം നോക്കി ഒരാളിനെ ജാതി നിശ്ചയിക്കും. ഈ ഇടയ്ക്ക് വളരെ അടുത്ത് ഞാൻ ശരി അതൊക്കെ പഴയ കാലം, 40 വർഷം മുമ്പ്, ഇപ്പം ന്യൂജൻ്റെ കാലമാണല്ലോ എന്ന് വിചാരിച്ച് ഞാനിരുന്നപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ മസ്കറ്റ് ഹോട്ടലിൽ ഒരു മീറ്റിങ്ങിന് പോയി. അവിടെ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പിന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ സംസാരിക്കുമ്പോൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തി കൊടുത്തൊരു മെസ്സേജ്, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് മിടുക്കനാണ്, അദ്ദേഹം ക്ലാസ്സൊക്കെ പ്രസൻറ്റേഷനൊക്കെ നടത്തുന്നതന്നെ, പക്ഷേ അദ്ദേഹം SC/ST ആണ്. എന്താണ് SC/STക്ക് കുഴപ്പം? അപ്പോൾ എങ്ങനെയാണ് മറ്റേ ആൾ ഞാൻ SC/ST ആണെന്ന് മനസ്സിലാക്കിയത്? എന്നോട് ചോദിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്നോട് ഒരു കാര്യത്തിൽ മനസ്സിലാക്കിയില്ലല്ലോ. മനസ്സിലാക്കിയത് കറുപ്പ് കണ്ടിട്ടാണ്. അപ്പോൾ കറുപ്പെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഏഴഴകാണ്, കൃഷ്ണൻ്റെ കളറാണ്, കാക്കയ്ക്ക് കറുപ്പെന്നൊക്കെ പറയാം. പക്ഷേ സമൂഹത്തിൽ ലോകമാകെ ദക്ഷിണാഫ്രിക്ക എടുത്താലും അമേരിക്ക എടുത്താലും ഇംഗ്ലണ്ട് എടുത്താലും കറുപ്പിനോടൊരു വിവേചനം തന്നെയുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ കറുപ്പിനോടുള്ള വിവേചനം എന്ന് പറയുന്നത് ഉള്ളിൽ കിടക്കുന്ന ഒരു വിവേചനമാണ്. അങ്ങനെ ജാതി SC/ST വിഭാഗക്കാരനാണെന്ന് ധരിച്ചുകൊണ്ട് SC/ST വിഭാഗക്കാരനല്ലാത്ത എനിക്ക് കിട്ടിയ ദുരനുഭവങ്ങളും പീഡനങ്ങളും പറഞ്ഞാൽ തന്നെ ഒരു 10 എപ്പിസോഡിനുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നു. അവിടെയും ജാതിപരമായോ മതപരമായിട്ടുള്ള വേർതിരിവുകൾ വളരെ വലിയ തോതിൽ കാണാൻ കഴിയും. എനിക്ക് നേരിട്ട് അവിടെ അനുഭവമില്ല. പക്ഷേ പല നേതാക്കളാവുന്നതിൽ, ലീഡർഷിപ്പിൽ വരുന്നതിൽ ഇത് ഒരു അദൃശ്യമായ ഘടകമാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. മിനിമം നായർ വരെയെങ്കിലും എത്തിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതിന് താഴോട്ടുള്ള ഈഴവരാതി പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആരുമില്ല, എഴുത്തുകാരായിട്ടുമില്ല. നിങ്ങൾ നോക്കൂ, സാഹിത്യകാരൻ KK കൊച്ചു ദളിത് എഴുത്തുകാരനാണ്. അദ്ദേഹം നല്ല എഴുത്തുകാരനാണെന്ന് പറഞ്ഞാൽ പോയെ. പെണ്ണെഴുത്ത്, ദളിത്തെഴുത്ത്, കറുപ്പെഴുത്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ഓരോ നിറങ്ങളിലും അറകളിലും നമ്മൾ നിറയ്ക്കും. അങ്ങനെ വലിയ ദുരന്തത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ പറയുമ്പോൾ നമ്മൾ വലിയ പുരോഗമനം പറയും. അകത്തും അങ്ങനെ തന്നെ. രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു നോക്കൂ, എത്ര ദളിതന്മാരെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ എടുത്തു നോക്കൂ, കേന്ദ്ര കമ്മിറ്റി എടുത്തു നോക്കൂ, സംസ്ഥാന കമ്മിറ്റികൾ എടുത്തു നോക്കൂ, എത്ര പേരാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ശാസ്ത്ര സംഘടനകൾ എടുത്തു നോക്കൂ, സാമൂഹ്യ സംഘടനകൾ എടുത്തു നോക്കൂ. വളരെ വലിയ പ്രയാസമാണ്. കറുത്തവർക്ക് പ്രയാസമാണ്. അത് കറുത്തവർ ഏത് സമുദായത്തിൽ ജനിച്ചാലും അവരെ ഐഡന്റിറ്റി മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല. ഒരു മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാൾ കറുത്ത നിറമാണെങ്കിൽ അത് മുന്നോക്ക സമുദായം മനസ്സിലാക്കിയാൽ പിന്നെ അദ്ദേഹത്തിന് പീഡനമൊന്നും കിട്ടത്തില്ല. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഒരാളിൻ്റെ ജാതി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ പീഡനമാണ് ഇവിടെ കൊടുക്കുന്നത്. സമസ്ത മേഖലകളിലുമുണ്ട്. ഇതില്ല എന്നൊന്നും പറയുന്നതൊന്നും കറക്റ്റല്ല. അപ്പോൾ ശാരദാ മുരളീധരൻ ഏത് കോൺടെസ്റ്റിലാണിത് പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇനി അവരുടെ ഏതെങ്കിലും തീരുമാനം കറുപ്പായിപ്പോയി, വേണുവിൻ്റെ തീരുമാനം വെളുപ്പായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണോ, അതോ വ്യക്തിയാണോ ഉദ്ദേശിച്ചത്? അതേ കറുപ്പായതുകൊണ്ട് കറുത്ത തീരുമാനമാണോ, വെളുപ്പായതുകൊണ്ട് വേണു വെളുത്ത തീരുമാനം എടുത്തു എന്നൊക്കെ ഉള്ളതാണോ? അതറിയില്ല. എന്ത് കോൺടെസ്റ്റിലാണ് വന്നതെന്നറിയില്ല. ഏത് കോൺടെസ്റ്റിലാണ് വന്നതെങ്കിലും, ഏത് സാഹചര്യത്തിലാണ് ഇതൊക്കെ ചർച്ചയ്ക്ക് വന്നെങ്കിലും തീർച്ചയായിട്ടും ഗൗരവമായി ഇത് ചിന്തിക്കേണ്ടതാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നതുമല്ല. മനുഷ്യർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വർണ്ണത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരും ശാസ്ത്രപ്രചാരകരും എല്ലാവരും കാണുന്നതെന്നുള്ളതാണ് വലിയൊരു വിരോധാഭാസം.